എന്ത് പണിയാടാ ദാസൻ നീ കാണിച്ചത്? എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തുനിന്നു. എന്റെ നല്ല കാലത്തൊരു മനുഷ്യൻ അവിടെ കൊണ്ട് വിട്ടു. അളിയ, ഒരു അബദ്ധം പറ്റി. ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. വണ്ടി ഒന്ന് സ്കിഡ് ചെയ്തു. ദേ കിടക്ക് താഴെ. ദേ കയ്യിൽ പഞ്ചർ ഒട്ടിച്ചു. ആ, അധികം വല്ലതും പറ്റൂടാ? ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ. നീ ആ വണ്ടി കുളവാക്കും. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം? ഇങ്ങനൊരു ദുഷ്ടൻ ബൈക്ക് പോയാലും അളിയ നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നൊരു ഫോർമാലിറ്റിയെങ്കിലും ചോദിച്ചൂടെ? അവന് ബൈക്ക് പോയാലാ സങ്കടം. അകത്തോട്ട് വരാമോ എന്തോ? വേണേ കേറി വിടാം. അല്ല, രണ്ടിന്റെ ഇരിപ്പും മറ്റും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി. അല്ല, രാവിലെ തന്നെ കിട്ടിയല്ലോ. ഉരുണ്ട് വീണതോ അതോ തല്ലുകൊണ്ടതോ? പോടാ. കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് നമുക്കതിനൊന്ന് പിടിപ്പിക്കല്ലേ ദാസേ? ആ, തനിക്കിതൊന്നും പറ്റത്തില്ലല്ലോ. ഗുളികയല്ലേ പതിവ്. വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സംഘടിപ്പിക്കാം. നീ കുറെ സംഘടിപ്പിക്കും. ഇന്നാളെ എന്നെ മരച്ചോട്ട് എടുത്തേച്ച് നീ ഒരു പോക്ക് പോയതാ. അത് പിന്നെ എടാ ബാലു, വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ? ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ. പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് എന്ന് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലേ ഇത്. നീ ലാത്തി നിർത്തിയ സാധനം ഇങ്ങനെ. ഒരു സെക്കൻഡ്. അവൻ എന്ത് ചെയ്യാ കൃഷ്ണൻ ഉണ്ണി? ഓ, അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും. തോന്നുമ്പോഴല്ലേ കയറി വരൂ. ഇവിടെ ബാക്കിയുള്ളവർ ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം നന്നാവുന്നില്ല. പിന്നെ ഇനി കൃഷ്ണനുണ്ണി അവന്റെ കാര്യം പോക്കാടാ. കറക്റ്റ്. വലിച്ചു കേറ്റിക്കോ. വലിച്ചു മോന്തിരിക്കണ കണ്ടാ മതി. എനിക്കണ്ട വേണ്ട. വെള്ളം. രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക. അത് കണ്ടു. Only in a world of love can we unfold and bloom. ബിജുവിനെ കോൺവെന്റിൽ അയക്കാൻ ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ. നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? That's a fine idea. What is his number? 3184. Hello? Balu studio le. Balu please. Captain here. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഉടനെ പുറപ്പെടുന്നു. താങ്ക് യു. Come on, get ready.
ബാലുവിടെ? വിളിക്കാം. രേഖ, look. ഹലോ ബാലു, അല്പം ലേറ്റ് ആയിപ്പോയി. ഹേയ് സാരമില്ല, പോവാ. ആ വരും. ഇതാണ് നമ്മുടെ ഒരു സ്ഥാപനം. നിങ്ങളുടെ സ്റ്റുഡിയോ വളരെ ഡിഫറെന്റ് ആണല്ലോ. ശരി. യെസ്, വിത്ത് ലൈറ്റ്. എടുക്കാം അല്ലേ? ഇവിടെയാണോ? ഓക്കെ. ഇങ്ങനെ ഇരിക്കാണോ? ഇരുന്നാ മതി, അതാ അതിന്റെ ഒരു സുഖം. ഒരു സെക്കൻഡ് ഒന്നങ്ങോട്ട് മാറി പ്ലീസ്. മോൻതാണ്ടേ ഇങ്ങനെ ഇരുന്നാ മതി. ഞാൻ കാണിച്ചു ഇങ്ങനെ ഇരുന്നാ മതി. ആ കുറച്ച്. ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്നറിയോ? 3 lights. 1 2 3 4. ഓ, അത് കട്ട് ചെയ്യണമല്ലേ? You don't want that light. Okay. Now how is it? ഒന്ന് ചിരിക്കും. ഒരു സ്മൈൽ. താങ്ക് യു. മേ ഐ കം ഇൻ സാർ? അല്ല, ആരത്? ഉണ്ണി സാർ. വാ. നീ ഇത് എവിടെയായിരുന്നടാ? കുറെ ദിവസമായിട്ട് നിന്റെ അഡ്രസ് പോലും ഇല്ലല്ലോ. ആ ദാസും ഫിലിപ്പ് ഇന്നും കൂടെ നിന്റെ കാര്യം പറഞ്ഞോളൂ. എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയിക്കൂടെ? തുഷ്ട. വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ഉഗ്രം ഫീച്ചർ ഉണ്ടാക്കി. സാധനം കണ്ടപ്പോ പത്രാധിപര് ഹാപ്പി. ഓ, അപ്പം കുറെ ചക്രവത്ത് കാണുമല്ലോ. പറയട്ടെ, പക്ഷെ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം. ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരുടെ വകയുള്ളൊരു അമ്മാവനാണത്രേ. എന്നിട്ട് പക്ഷെ അയാളാ നമ്മുടെ കഥാനായകൻ. ഉറക്കം വളച്ചതും കഷ്ടപ്പെട്ടതും മിച്ചം. വാരാന്ത്യ പ്രതിയിലേക്ക് സിനിമാ താരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും കഴിച്ച് അതിന് വലിയ കഷ്ടപ്പാട് വേണ്ടല്ലോ. അരമന രഹസ്യം, അങ്ങാടി പരസ്യം. ഇത്തരം ചീപ്പ് സാധനങ്ങൾ എഴുതുന്ന സമയത്ത് നിനക്ക് വല്ല വേറെ ജോലിക്കും പോയിക്കൂടെ? എന്നാലേ മഹത്തായ കുറെ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ. പരസ്യപ്പെടുത്താവോ? ശമ്പളം തരാവോ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് പറ. കഴിഞ്ഞുകൂടെ ആചാരെ? സ്മാളൊന്നുമില്ലേ ഇവിടെ? സ്മാളും കിളൊന്നുമില്ല. ഇതന്നെ ഷാപ്പ. തമാശകളെ ആശാനെ പറ. സോഡ ഇല്ലേ? പിന്നെ സോഡ. അവിടെ വെള്ളം വരുമ്പുണ്ട്, വേണമെങ്കിൽ നക്കേച്ചും പോ. വെള്ളമെങ്കിൽ വെള്ളം. അല്ലാതെ മുഴുവൻ തീർത്തോളല്ലേ? എനിക്ക് വേണ്ടല്ലോ. സ്മാൾ എനിക്ക് വെച്ചേക്കണേ.